അപ്പോൾ മൾട്ടിപ്പിൾ പ്ലോട്ട്സ് എങ്ങനെ ചെയ്യാമെന്നുള്ളതാണ് ഇനി നോക്കുന്നത്. മൾട്ടിപ്പിൾ പ്ലോട്ട്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരേ ഫിഗറിൽ തന്നെ രണ്ട് ഗ്രാഫ് എങ്ങനെ വരുന്നു എന്നുള്ളത്. എൻ്റെ എക്സാമ്പിൾ ആണ് താഴെ കൊടുത്തിരിക്കുന്നത്. സൈൻ കോസ് എന്ന രണ്ട് ഫങ്ഷൻസ് നമ്മൾ പ്ലോട്ട് ചെയ്യണം. അപ്പോൾ ആദ്യം ഇമ്പോർട്ട് ചെയ്യാനുള്ള മോഡ്യൂൾസ് എല്ലാം ഇമ്പോർട്ട് ചെയ്തു. മാറ്റ്പ്ലോട്ലിബ് ഇമ്പോർട്ട് ചെയ്തു. അതിൽ മാറ്റ്പ്ലോട്ലിബിലെ പൈപ്ലോട്ട് എന്ന മൊഡ്യൂള് PLT എന്ന പേരിൽ ഇമ്പോർട്ട് ചെയ്തു. NumPy ഇമ്പോർട്ട് ചെയ്തു. പിന്നെ മാത്ത് എന്ന മൊഡ്യൂൾ ഇമ്പോർട്ട് ചെയ്തു. മാത്ത് ഇവിടെ ഉപയോഗിക്കാനുള്ള കാരണം നമ്മളിവിടെ പൈയുടെ വാല്യൂ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അത് മാത്ത് എന്ന മൊഡ്യൂളിലാണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത്. അപ്പം math.py എടുക്കാൻ വേണ്ടിയാണ് മാത്ത് ഇമ്പോർട്ട് ചെയ്തത്. ആദ്യം x എന്ന ഒരു അറേ ക്രിയേറ്റ് ചെയ്തു. അറേ ക്രിയേറ്റ് ചെയ്യാൻ ഇവിടെ അറേ റേഞ്ച് എന്ന ഫംഗ്ഷൻ ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. അത് 0 to പൈ 2π വരെയുള്ള ഒരു 0ക്കും 2πക്കും ഇടയിൽ 0.05 ഡിഫറൻസിൽ ഒരു അറേ ക്രിയേറ്റ് ചെയ്യണം. അതിനാണ് ഈ സ്റ്റേറ്റ്മെന്റ് എഴുതിയിരിക്കുന്നത്. എന്നിട്ട് നമ്മൾ y z എന്ന പുതിയ രണ്ട് അറേ ക്രിയേറ്റ് ചെയ്തു. അതെങ്ങനെയാണ്? സൈൻ ഓഫ് എക്സ്. എക്സിൽ ആദ്യം 0 ആയിരിക്കും. അപ്പോൾ ഈ അറയിൽ ആദ്യത്തേത് സൈൻ 0 ആയിരിക്കും, പിന്നെ സൈൻ 0.05, പിന്നെ സൈൻ 0.1, അങ്ങനെ 2π വരെ ഉള്ള വേരിയബിൾസ് അതിന്റെ വാല്യൂസ് വൈയിൽ സ്റ്റോർ ചെയ്യും. അതായത് y ഒരു പുതിയ അറേ ആണ്. അതിൽ എന്താണ് സ്റ്റോർ ചെയ്യുന്നത്? ഈ എക്സ് എന്ന അറയിൽ സ്റ്റോർ ചെയ്തിരിക്കുന്നതിന്റെ സൈൻ വാല്യൂസ് സ്റ്റോർ ചെയ്യും. അതുപോലെ ഇസഡ് എന്നുള്ള ഒരു പുതിയ അറേ ക്രിയേറ്റ് ചെയ്യും. ഇസഡ് എന്ന അറയിൽ എക്സ് എന്ന അറയിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന വാല്യൂസിന്റെ കോസ് വാല്യൂസ് സേവ് ചെയ്യും. അങ്ങനെ 3 അറേസ് ക്രിയേറ്റ് ചെയ്തു. ഒന്ന് അറേ റേഞ്ച് എന്ന ഫംഗ്ഷൻ ഉപയോഗിച്ച് 0ക്കും 2πക്കും ഇടയിലുള്ള 0.05 ഡിഫറൻസിൽ ഉള്ള ഒരു അറേ ക്രിയേറ്റ് ചെയ്തു. ആ അറേ ഉപയോഗിച്ച് അതിന്റെ സൈനും കോസും കണ്ടുപിടിച്ച് y z എന്ന പുതിയ രണ്ട് അറേ ക്രിയേറ്റ് ചെയ്തു. ഇനി നമുക്ക് മുമ്പേ പറഞ്ഞ പോലെ തന്നെ അത് പ്ലോട്ട് ചെയ്താൽ മതി. രണ്ട് പ്ലോട്ട് സ്റ്റേറ്റ്മെന്റ് എഴുതണം. ഒന്ന് നമ്മൾ എക്സും വൈയും കൂടെ പ്ലോട്ട് ചെയ്തു. അതായത് എക്സും സൈനും കൂടെ പ്ലോട്ട് ചെയ്തു, പിന്നെ എക്സും കോസും കൂടെ പ്ലോട്ട് ചെയ്തു. അതിന്റെ രണ്ട് കളർ ഡിഫറെന്റ് ആയിട്ട് കൊടുത്തു. ആദ്യത്തെ കളർ റെഡ്, സൈനിന്റെ കളർ റെഡും കോസിന്റെ കളർ ഗ്രീനെന്നും കൊടുത്തു. പിന്നെ നമുക്ക് ലേബൽ എന്നൊരു പുതിയ ക്വാണ്ടിറ്റിയോട് നമുക്ക് കൊടുക്കാം. ലേബൽ കൊടുത്തു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത് പറഞ്ഞാൽ, ഒരു ഗ്രാഫ് ഉണ്ടായിരിക്കും. ആ ഗ്രാഫിൽ ഒരു റെഡ് കളറിലെ ഗ്രാഫ് ആണെങ്കിൽ ആ റെഡ് ലൈൻ എന്തിനെ സൂചിപ്പിക്കുന്നു എന്ന് എഴുതി കാണിക്കും. ഇപ്പൊ റെഡ് ലൈൻ സൈൻ ആണെന്നും ഗ്രീൻ ലൈൻ കോസ് ആണെന്നും ഗ്രാഫിൽ നമ്മളെ കാണിക്കും. അങ്ങനെ കാണിക്കാൻ വേണ്ടിയാണ് ലേബൽ കൊടുക്കുന്നത്. ലേബൽ ഈക്വൽ ടു അത് ഇത് റൺ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും. പിന്നെ അതുപോലെ എക്സ് ആക്സിസ് എന്താണെന്നും y ആക്സിസ് എന്താണെന്നും ടൈറ്റിലും കൊടുത്തു, ഗ്രിഡും കൊടുത്തു. ഇനി ഈ ലേബൽ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ അഡീഷണൽ ആയിട്ട് ഇങ്ങനെയും കൂടെ കൊടുക്കണം. plt.legend എന്ന് കൊടുക്കണം. ലെജൻഡ് എന്താണെന്ന് ഇത് റൺ ചെയ്ത് കഴിയുമ്പോൾ മനസ്സിലാവും. അതായത് ഇത് റൺ ചെയ്യാൻ പോവുകയാണ്. റൺ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ഗ്രാഫ് കിട്ടും. എന്തോ ആംഗിള് മാഗ്നിറ്റ്യൂഡ് എന്നുള്ളത് എക്സ് ലേബിൾ വൈ ലേബിൾ വന്നു, ടൈറ്റിൽ വന്നു. ഇനി നമ്മളിവിടെ ലേബൽ എന്ന് കൊടുത്തതാണ് ഇവിടെ വന്നത്. റെഡ് ലൈൻ എന്താണ്? സൈനും ഗ്രീൻ ലൈൻ കോസും ആണ്. അപ്പോൾ ഇങ്ങനെ എഴുതി കാണിക്കുന്നതിനെയാണ് ലെജൻഡ് എന്ന് പറയുക. ഇത് ഡിസ്പ്ലേ ചെയ്യണമെങ്കിൽ ഈ സൈൻ കോസ് എന്നുള്ളത് ഡിസ്പ്ലേ ചെയ്യണമെങ്കിൽ നമ്മൾ ഇങ്ങനെ കൊടുക്കണം. plt.legend ബ്രാക്കറ്റിൽ കൊടുക്കണം. ബ്രാക്കറ്റ് ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഡിസ്പ്ലേ ആവും. ഇത് നമ്മൾ കൊടുക്കാതെയാണ് റൺ ചെയ്യുന്നതെന്ന് വിചാരിക്കുക. ഞാൻ കമന്റ് ചെയ്തു, എന്നിട്ട് റൺ ചെയ്യുന്നു. കണ്ടോ? അത് വരില്ല. അപ്പൊ അങ്ങനെ ലെജൻഡ് വരണമെങ്കിൽ നമ്മൾ രണ്ട് കാര്യങ്ങൾ ചെയ്യണം. ഒന്ന് plt.legend എന്ന് കൊടുക്കണം. അതുപോലെ തന്നെ പ്ലോട്ട് ചെയ്യുമ്പോൾ ലേബൽ ഈക്വൽ ടു എങ്ങനെ അതിനെ ലേബൽ ചെയ്യണമെന്ന് കൊടുക്കണം. അപ്പൊ സൈൻ ഫംഗ്ഷൻ എന്നാണ് ഞാൻ കൊടുക്കുന്നതെങ്കിൽ ഇവിടെ ലെജൻഡ് വരുമ്പോൾ സൈൻ ഫംഗ്ഷൻ എന്നായിരിക്കും എഴുതി കാണിക്കുക.
സൈൻ ഫംഗ്ഷൻ. അപ്പൊ ഇവിടെ എന്ത് എഴുതി കൊടുക്കുന്നോ അതായിരിക്കും ഇവിടെ വരുന്നത്, ഈ ലെജൻഡിൽ വരുന്നത്. അത് ഡിസ്പ്ലേ ചെയ്യണമെങ്കിൽ plt.legend എന്ന് കൊടുക്കുന്നു. ഇങ്ങനെയാണ് ഒരേ ഫിഗറിൽ തന്നെ രണ്ട് ഗ്രാഫ് പ്ലോട്ട് ചെയ്യുക. ഇപ്പോ ഇത് തന്നെ കോപ്പി ചെയ്ത് ഞാൻ ഒന്നുകൂടെ റൺ ചെയ്ത് കാണിക്കാം. ഇതിൽ നമുക്ക് ഈ കളറും ലേബലും ഒന്നും കൊടുക്കാതെയും പ്ലോട്ട് ചെയ്യാം. ലെജൻഡും കൊടുക്കുന്നുണ്ടാവും. ഇങ്ങനെ ചെയ്താലും നമുക്ക് ഗ്രാഫ് കിട്ടും. അപ്പോൾ ഡിഫോൾട്ടായിട്ട് ഏതെങ്കിലും രണ്ട് കളർ ആദ്യം പ്ലോട്ട് ചെയ്യുന്നതിന് ഒരു കളറും സെക്കൻഡ് പ്ലോട്ട് ചെയ്യാൻ ഏതാണോ കൊടുക്കുന്നത്, ആദ്യം എക്സും വൈയും ആണ് പ്ലോട്ട് ചെയ്യുന്നത്, അതിന് ഡിഫോൾട്ടായിട്ട് ഒരു കളർ കൊടുക്കും, ഏതെങ്കിലും ഒരു കളർ കൊടുക്കും. പിന്നെ രണ്ടാമത് പ്ലോട്ട് കൊടുക്കുന്ന ഏതിനാണോ അതിന് വേറൊരു കളർ കൊടുക്കും. ഏതെങ്കിലും രണ്ട് കളറിൽ അത് പ്ലോട്ട് ആവും, നമ്മൾ കളർ കൊടുത്തില്ലെങ്കിലും. നമുക്ക് സ്പെസിഫിക് ആയിട്ട് ഒരു കളർ വേണമെങ്കിൽ ആ കളർ നമുക്ക് മെൻഷൻ ചെയ്ത് കഴിഞ്ഞാൽ അതേ കളറിൽ തന്നെ പ്രിന്റ് ആവും. പിന്നെ ലെജൻഡ് വേണമെങ്കിൽ നമ്മൾ ലേബൽ ഈക്വൽ ടു എന്ന് കൊടുക്കണം. ലേബൽ ഈക്വൽ ടു എന്താണോ അവിടെ ആ ഗ്രാഫിനെ എങ്ങനെ ലേബൽ ചെയ്യണോ അത് അവിടെ കൊടുക്കണം. ആ ലേബൽ പ്രിന്റ് ചെയ്യണമെങ്കിൽ plt.legend എന്നുള്ളത് കൊടുക്കണം. ഇങ്ങനെയാണ് രണ്ട് ഗ്രാഫ് ഒരു ഫിഗറിൽ പ്ലോട്ട് ചെയ്യുന്നത്. ഇങ്ങനെയല്ല നമുക്ക് വേണ്ടതെങ്കിൽ ഒരു ഫിഗറിൽ തന്നെ രണ്ട് ഗ്രാഫ് സെപ്പറേറ്റ് ആയിട്ട് ഇരിക്കണം. അതായത് ഇങ്ങനെ ഒരു ഫിഗർ, അതിൽ രണ്ട് ഗ്രാഫ്, ഇവിടെ ഒരു സൈനിന്റെ ഒരു ഗ്രാഫ്, അതിന് തൊട്ടടുത്ത് തന്നെ കോസിന്റെ ഒരു ഗ്രാഫ്. അങ്ങനെ കിട്ടണമെങ്കിൽ അതിന് നമ്മൾ സബ്പ്ലോട്ട് എന്ന് ആണ് ഉപയോഗിക്കുക. പ്ലോട്ടിന് പകരം നമ്മൾ സബ്പ്ലോട്ട് എന്നും കൂടെ ഉപയോഗിക്കണം. അതായത് ഒരു വലിയൊരു പ്ലോട്ട്, അതിനുള്ളിൽ കുറച്ച് സബ്പ്ലോട്ട് ഉണ്ടാവും. അതെങ്ങനെയാണ് എഴുതുന്നതെന്ന് പറയാം. ഇതുപോലെ തന്നെ രണ്ട് അറേസ് ഡിഫൈൻ ചെയ്യുന്ന എന്തൊക്കെയാണ് പ്ലോട്ട് ചെയ്യേണ്ടത്. ഇപ്പോൾ ഇവിടെ എക്സ് എന്ന് ലിൻസ്പേസ് ഉപയോഗിച്ച് 1 മുതൽ 100 വരെയുള്ള സംഖ്യകൾ 1ന്റെ ഡിഫറൻസിൽ എക്സിലേക്ക് സ്റ്റോർ ചെയ്തു. വൈയിലേക്കും അതുപോലെ തന്നെ സെയിം തന്നെ ജസ്റ്റ് പ്ലോട്ട് ചെയ്യാൻ വേണ്ടി രണ്ട് അറേ ക്രിയേറ്റ് ചെയ്തു. അറേ ക്രിയേറ്റ് ചെയ്തിട്ട് പിന്നെ സബ്പ്ലോട്ട് ഉപയോഗിക്കാൻ. സബ്പ്ലോട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫിഗറിൽ തന്നെ പല പ്ലോട്ട്സ് കാണിക്കാൻ വേണ്ടി. ആദ്യം നമ്മൾ പറഞ്ഞ ഒരു ഫിഗറിൽ തന്നെ പല ഗ്രാഫ്, ഒരേ ഗ്രാഫ് വരാൻ വേണ്ടിയാണ്. പക്ഷെ ഇവിടെ ഒരു ഫിഗറിൽ ഒരു വലിയൊരു ഫിഗർ ഉണ്ടാവും, അതിനെ 4ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് 4 ഗ്രാഫ് പ്രിന്റ് ചെയ്യും സെപ്പറേറ്റ് ആയിട്ട്. അങ്ങനെ പ്രിന്റ് ചെയ്യാൻ വേണ്ടിയാണ് സബ്പ്ലോട്ട് ഉപയോഗിക്കുക. അപ്പോൾ സബ്പ്ലോട്ടിന്റെ സിന്റാക്സ് ഇങ്ങനെയാണ്: plt.subplot. നമ്മൾ ഒരു പേജ് ഇമാജിൻ ചെയ്യുക, ആ പേജിനെ എങ്ങനെ ഡിവൈഡ് ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ കൊടുക്കേണ്ടത് ഇവിടെ സബ്പ്ലോട്ടിൽ. അതായത് അതിനെ റോയും കോളം ആയിട്ട് ഡിവൈഡ് ചെയ്യണം. അപ്പൊ എത്ര റോ വേണം, എത്ര കോളം വേണം, അതാണ് ഈ 2 2 എന്ന് കൊടുത്തിരിക്കുന്നത്. അപ്പൊ 2 റോയും 2 കോളവും. അപ്പൊ ടോട്ടൽ എത്ര ഫിഗറായി? 4 ഫിഗറായി. നടുക്കോട് പേപ്പറിനെ നടുക്കോട് ഒന്ന് ഡിവൈഡ് ചെയ്യും, 2 കോളമായി. അതുപോലെ നടുക്കൂടെ വെർട്ടിക്കലായിട്ട് ഒരു ലൈൻ വരയ്ക്കും, ഹൊറിസോണ്ടലായിട്ട് ഒരു ലൈൻ വരയ്ക്കും. അപ്പൊ 4 ഗ്രാഫ് വെക്കാനുള്ള സ്ഥലമായി. അതാണ് ഈ കൊടുത്തിരിക്കുന്നത് 2,2. 4 ഗ്രാഫ്സ് വെക്കാനുള്ള ഇതാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തത്. ആദ്യത്തെ റോയും നമ്പർ ഓഫ് റോയും, രണ്ടാമത്തെ നമ്പർ ഓഫ് കോളും. എന്നിട്ട് ഇത് കൊടുത്തിരിക്കുന്ന അതിലെ ഫസ്റ്റ് ഫിഗർ. അപ്പോൾ 2,2 എന്ന് കൊടുത്തപ്പോൾ 4 ഫിഗർ വെക്കാനുള്ള സ്പേസ് ക്രിയേറ്റ് ആവും. 2 കോളം 2 റോ. അങ്ങനെ ക്രിയേറ്റ് ആയതിൽ ഫസ്റ്റ് ഫിഗർ എന്തായിരിക്കണം? നമ്മൾ പ്ലോട്ട് x, y എന്ന് കൊടുത്തു. അതുപോലെ തന്നെ plt.subplot 2,2ലെ സെക്കൻഡ് ഫിഗർ, അത് x, y². അതിലെ തേർഡ് ഫിഗർ x, y³ എന്ന് കൊടുത്തു. അതിലെ ഫോർത്ത് ഫിഗർ x, y⁴ എന്ന് കൊടുത്ത് പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 4 ഗ്രാഫ് കിട്ടും.
അത് ഒരു ഫിഗറിൽ തന്നെ ആയിരിക്കും. അതിൽ ഫസ്റ്റ് പൊസിഷനിൽ നമ്മൾ എക്സും വൈയും കൂടെ പ്ലോട്ട് ചെയ്യും, സെക്കൻഡിൽ എക്സും വൈ സ്ക്വയറും കൂടെ പ്ലോട്ട് ചെയ്യും. ഇങ്ങനെ കിട്ടും, എക്സും വൈയും കൂടെ ഒരു ഫസ്റ്റ് പ്ലോട്ട്. ഇതാണ് ഫസ്റ്റ്, ഇത് സെക്കൻഡ്, തേർഡ്, ഫോർത്ത്. ഫസ്റ്റ് പിന്നെ അതേ റോയിൽ തന്നെ ഉള്ള സെക്കൻഡ് ഇമേജ് ആണ് സെക്കൻഡ് ഇമേജ് നമ്മൾ പറയാം. ഇങ്ങനെയാണ് 1 2 3 4 എന്നാണ്. റോയിലാണ് 1, പിന്നെ റോയിലെ തന്നെ അടുത്ത ഇതാണ് 2 എന്ന് നമ്മൾ എടുക്കുന്നത്. ഇങ്ങനെ താഴേക്കല്ല, ഹൊറിസോണ്ടലായിട്ടാണ് ആദ്യം 1 2 എന്ന് എടുക്കുക, പിന്നെ 3 4. അപ്പോൾ ആദ്യത്തെ ഫസ്റ്റ് ഇമേജ് നമ്മൾ കൊടുത്തത് എക്സും വൈയും ആണ്. അപ്പോൾ എക്സും വൈയും പ്ലോട്ട് ചെയ്തു. സെക്കൻഡിൽ എക്സും വൈ സ്ക്വയറും ആണ് കൊടുത്തത്, എക്സ് വൈ സ്ക്വയർ പ്ലോട്ട് ചെയ്തു. ഇത് എക്സ് വൈ ക്യൂബും ഇത് എക്സ് വൈ റേസ് ടു 4 ആണ്. ഇങ്ങനെയാണ് സബ് പ്ലോട്ട്സ് ക്രിയേറ്റ് ചെയ്യുക. അതിനുപയോഗിക്കുന്നത് plt.subplot. എത്ര റോ വേണം, എത്ര കോളം വേണം, ഇതാണ് 2 കോളം, 1 2, 2 കോളം 2 റോ. അങ്ങനെയാണ് സബ് പ്ലോട്ട് ക്രിയേറ്റ് ചെയ്യുക. റോയിൽ കോളം കൊടുക്കുക, ഏത് ഫിഗറാണ് ആ ഫിഗറിൽ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് ഇവിടെ കൊടുക്കുക. ഇവിടെ പ്ലോട്ട് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ഇവിടെ നമുക്ക് plt.x ലേബിൾ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഫസ്റ്റ് ഫിഗറിന്റെ എക്സ് ലേബിൾ ഇവിടെ എഴുതി കാണിക്കും. ഐ ലേബിൾ കൊടുക്കാം, ഫസ്റ്റ് ഫിഗറിന്റെ ടൈറ്റിൽ കൊടുക്കാം, അങ്ങനെ കൊടുക്കാം. എല്ലാം ചെയ്യാം. ഒരു ഫിഗറിന് ചെയ്യാവുന്ന എല്ലാ കാര്യങ്ങളും ഇവിടെയും ചെയ്യാം. ഇത് തന്നെ മറ്റൊരു രീതിയിലും ചെയ്യാം. സബ്പ്ലോട്ട് നമ്മൾ ഇങ്ങനെ പറഞ്ഞ പോലെ റോയും കോളവും ഇങ്ങനെ കൊടുക്കുന്നതിന് പകരം വേറൊരു രീതിയിൽ ചെയ്യാം. അതാണ് ഇവിടെ നെക്സ്റ്റ് പ്രോഗ്രാമിൽ കൊടുത്തിരിക്കുന്നത്. ഇങ്ങനെയാണ് ഇത് ക്രിയേറ്റ് ചെയ്തു, 2 അറേസ് ക്രിയേറ്റ് ചെയ്തിട്ട് സബ്പ്ലോട്ട്സ് plt.subplots എന്ന് ഉപയോഗിച്ചു. അവിടെ റോയും കോളവും കൊടുത്തു. പക്ഷേ ഇവിടെ തൊട്ട് മുന്നേ ഉള്ള പ്രോഗ്രാമിൽ എഴുതിയതിന് പകരം ഇവിടെ ഫിഗർ കോമ ax1 ax2 എന്ന് കൊടുത്തിട്ടാണ് plt.subplots21 എന്ന് കൊടുത്തത്. ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഒരു ഫിഗർ ക്രിയേറ്റ് ആവും. അതിനെ ഫിഗ് എന്ന വേരിയബിളിലേക്ക് സ്റ്റോർ ആവും. പിന്നെ 2 ഫിഗർ ഇവിടെ 2,1 എന്നായതുകൊണ്ട് എന്താ സംഭവിക്കുക, 2 റോയും ഒരു കോളവുമുള്ള സബ് ഫിഗറാണ്, സബ്പ്ലോട്ടാണ് ക്രിയേറ്റ് ആവുക. 2 റോ ഒരു കോളം എന്ന് പറഞ്ഞാൽ 2 ഫിഗേഴ്സ് മുകളിലും താഴെയായിട്ട് ഇരിക്കുന്നത്, അങ്ങനെ ക്രിയേറ്റ് ആവും. അതിലെ ആദ്യത്തെ ഫിഗർ ax1 എന്ന വേരിയബിളിലേക്ക് സ്റ്റോർ ആവും. ആദ്യത്തെ പ്ലോട്ട് ax1 എന്ന ഇതിലേക്ക് സ്റ്റോർ ആവും. രണ്ടാമത്തെ പ്ലോട്ട് ax2 എന്ന ഇതിലേക്ക് സ്റ്റോർ ആവും. അപ്പോൾ ഇനി ഏതാണ് പ്ലോട്ട് ചെയ്യേണ്ടതെന്നുള്ളത്, ഇപ്പം ax1 ആദ്യത്തെ ഫിഗർ ആണ് പ്ലോട്ട് ചെയ്യേണ്ടതെങ്കിൽ അതിനെ നമുക്ക് ax1 എന്ന വേരിയബിൾ ഉപയോഗിച്ച് പ്ലോട്ട് ചെയ്യാം. അതിങ്ങനെയാണ് ax1 ഡോട്ട് പ്ലോട്ട് x, y എന്ന് കൊടുക്കാം. സെക്കൻഡ് ഫിഗർ ആണ് പ്ലോട്ട് ചെയ്യേണ്ടതെങ്കിൽ അത് ax2യിലേക്കാണ് സ്റ്റോർ ആയിരിക്കുന്നത്, അതിനെയാണ് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ അഡ്വാൻറ്റേജ്, ഈ ഫിഗ് എന്ന വേരിയബിളിലേക്ക് ആ ടോട്ടൽ ഫിഗർ സേവ് ആവുകയും അതിൻ്റെ അകത്തെ സബ്പ്ലോട്ട്സ് ഈ 2 വേരിയബിളിലേക്ക് സ്റ്റോർ ആവുകയും ചെയ്യും. അപ്പോൾ നമുക്ക് ടോട്ടൽ ഫിഗറിന് ഒരു ഹെഡിങ് കൊടുക്കണമെങ്കിൽ ഈ ഫിഗ് ഡോട്ട് സൂപ്പർ ടൈറ്റിൽ, ഇത് SUP ടൈറ്റിൽ, സൂപ്പർ ടൈറ്റിൽ എന്ന് കൊടുത്തിട്ട് ഇങ്ങനെ കൊടുക്കാം. എന്നിട്ട് ഈ സബ്പ്ലോട്ട്സിനാണ് ടൈറ്റിൽ കൊടുക്കേണ്ടതെങ്കിൽ ax1 ഡോട്ട് ടൈറ്റിൽ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ആദ്യത്തെ പ്ലോട്ടിന്റെ ടൈറ്റിലും ax2 ഡോട്ട് ടൈറ്റിൽ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ രണ്ടാമത്തെ പ്ലോട്ടിന്റെ ടൈറ്റിലും. അപ്പൊ നമുക്ക് ഇങ്ങനെ കൊടുക്കുമ്പോൾ ഒരു അഡ്വാൻറ്റേജ്, ആ ഫിഗറിന് മൊത്തത്തിൽ ഒരു ടൈറ്റിൽ കൊടുക്കാനും പറ്റും. ഈ സബ്പ്ലോട്ടിന് സെപ്പറേറ്റ് ആയിട്ട് ടൈറ്റിലും ലേബൽസും ഒക്കെ കൊടുക്കാൻ പറ്റും. അങ്ങനെ ചെയ്യണമെങ്കിൽ നമ്മൾ ഇങ്ങനെയാണ് സബ്പ്ലോട്ട്സ് ഉപയോഗിക്കേണ്ടത്. ആദ്യം ഒരു വേരിയബിൾ കൊടുക്കുക, എന്നിട്ട് കോമ ഇട്ടിട്ട് ബ്രാക്കറ്റിനുള്ളിൽ എത്ര സബ്പ്ലോട്ട്സ് ഉണ്ടോ, അതിവിടെ 2,1 ആകുമ്പോൾ 2 × 1 2 സബ്പ്ലോട്ട്സ് ആണുള്ളത്. അപ്പോൾ ആ 2 എന്നുള്ളത് 2 പ്ലോട്ട്സും സേവ് ചെയ്യാൻ 2 വേരിയബിൾ കൊടുക്കണം. എന്നിട്ട് നമ്മുടെ ടോട്ടൽ ഫിഗറിനാണ് എന്തെങ്കിലും മാറ്റം വരുത്തുന്നെങ്കിൽ ഫിഗ് ഡോട്ട് എന്ന് ഉപയോഗിക്കുക. അല്ലെങ്കിൽ സബ്പ്ലോട്ടിനാണ് മാറ്റം വരുത്തുന്നെങ്കിൽ ഏത് സബ്പ്ലോട്ടിനാണോ അതിന്റെ നെയിം ഡോട്ട്
എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ചേഞ്ച് ഉണ്ടാവും. അപ്പൊ ഇതൊന്ന് റൺ ചെയ്ത് നോക്കാം. കണ്ടോ, നമുക്ക് ഇങ്ങനെ രണ്ട് ഫിഗർ താഴെ മുകളിലുമായിട്ട് കിട്ടി. താഴെ മുകളിലുമായിട്ട് കിട്ടാനുള്ള കാരണം ഇവിടെ നമ്മൾ സബ്പ്ലോട്ട്സ് കോമ ബ്രാക്കറ്റില് 2,1 എന്നാണ് കൊടുത്തത്. 2 എന്ന് വെച്ച് കഴിഞ്ഞാൽ റോ ആണ്. അപ്പൊ 2 റോ 1 കോളം, ഒറ്റ കോളേ ഉള്ളൂ. അപ്പൊ നമുക്ക് ഇങ്ങനെ കിട്ടും. ഇതില് വെർട്ടിക്കലി സ്റ്റാക്ഡ് സബ്പ്ലോട്ട്സ് എന്ന് ടൈറ്റിൽ കൊടുത്തിരിക്കുന്നത് ഇതിന് രണ്ടിനും കൂടെ കോമൺ ആയിട്ടാണ്. അങ്ങനെ കോമൺ ആയിട്ട് വരാനുള്ള കാരണം എന്താ? നമ്മൾ ആ ടൈറ്റിൽ കൊടുത്തപ്പോൾ ഫിഗ് എന്ന വേരിയബിൾ ആണ് ഉപയോഗിച്ചത്. ഇനി ഞാനിവിടെ AX1 എന്ന വേരിയബിളിൽ കൊടുത്തിട്ടാണ് ടൈറ്റിൽ കൊടുക്കുന്നതെങ്കിൽ എന്ത് സംഭവിക്കും? AX1 ഡോട്ട് ടൈറ്റിൽ എന്ന് കൊടുത്തിട്ട് ഇതിൽ ഞാൻ എന്തെങ്കിലും ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ ഇത് എവിടെ വരും? അങ്ങനെ കൊടുക്കണമെങ്കിൽ വേറെ സിൻടാക്സ് ആണ്. ഓക്കെ, ഇതിപ്പോ ഇങ്ങനെ ജനറലായിട്ട് ഇങ്ങനെ ചെയ്യണമെങ്കിൽ ഇതാണ് ചെയ്യുക. അതായത് ഒരു ഫിഗറിൽ കോമൺ ആയിട്ട് ടൈറ്റിൽ കൊടുക്കാനും സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കണമെങ്കിലും ഇങ്ങനെയാണ് ചെയ്യുന്നത്. അതിന്റെ സിൻടാക്സ് ഞാൻ പറയാം. സെപ്പറേറ്റ് സബ്പ്ലോട്ട്സിന് ടൈറ്റിലും എക്സ് ലേബിളും കൊടുക്കാനുള്ള സിൻടാക്സ് ഞാൻ പറയാം. എങ്ങനെയല്ല. അതുപോലെ ഇതിപ്പോ നമ്മൾ വെർട്ടിക്കലി സ്റ്റാക്ക്ഡ് ആണ് പറഞ്ഞത്. അതായത് ഒരു ഫിഗറിന് മുകളിലും താഴെയായിട്ട് രണ്ട് ഫിഗേഴ്സ്. ഇനി ഇത് സൈഡ് ബൈ സൈഡ് ആണ് വേണ്ടതെങ്കിൽ ഒരു ഫിഗർ ഇവിടെ, ഒരു ഫിഗർ ഇവിടെ, ലെഫ്റ്റിലും റൈറ്റിലും രണ്ട് ഫിഗേഴ്സ്. അങ്ങനെ പറഞ്ഞെങ്കിൽ എന്ത് ചെയ്യണം? ഇവിടെ 2,1 എന്ന് കൊടുത്തതിന് പകരം 1,2 എന്ന് കൊടുക്കണം. അതായത് നമ്പർ ഓഫ് റോ 1ഉം നമ്പർ ഓഫ് കോളംസ് 2ഉം അല്ലെ? അതാണ് നെക്സ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെ റോയും കോളവും മാറ്റി നമ്പർ ഓഫ് റോ 1ഉം നമ്പർ ഓഫ് കോളം 2ഉം ആക്കി. അപ്പൊ നമുക്ക് ഇങ്ങനെ കിട്ടി രണ്ടെണ്ണം, സൈഡ് ബൈ സൈഡ് ആയിട്ട് രണ്ട് ഫിഗർ കിട്ടി. ഇതിൽ നമുക്ക് സൈസ് ചേഞ്ച് ചെയ്യാം. അതിനാണ് ഫിഗ് സൈസ് എന്ന് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഫിഗ് സൈസ് കൊടുത്തില്ലെങ്കിൽ ഇങ്ങനെയായിരിക്കും ഗ്രാഫ് കിട്ടുക, വളരെ ചേർന്ന് ഉള്ളതായിരിക്കും. അപ്പോൾ അതിന്റെ സൈസ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഫിഗർ സൈസ്, ഓരോ ഫിഗറിന്റെ സൈസ് എങ്ങനെ വേണം, അതിന്റെ ഹൈറ്റും വിഡ്ത്തും നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അത് സൈസ് അഡ്ജസ്റ്റ് ആയി കിട്ടും. വിഡ്ത്തും ഹൈറ്റും ആണ്, 15 വിഡ്ത്ത്, മറ്റേ ഹൈറ്റും ആണ്. ഇങ്ങനെ നമുക്ക് സൈസും അഡ്ജസ്റ്റ് ചെയ്യാം. ഇത് ഒരുമിച്ച് പറയുമ്പോൾ എല്ലാം കൂടെ ഓർത്തിരിക്കാൻ ചിലപ്പം ബുദ്ധിമുട്ടുണ്ടാവും. അത് നമ്മൾ ഏതെങ്കിലും ഒരു പ്രോഗ്രാം ചെയ്യുമ്പോൾ ഗ്രാഫ് വരയ്ക്കുമ്പോൾ ഇതിങ്ങനെ റെഫർ ചെയ്താൽ മാത്രം മതി. അപ്പോൾ റെഫർ ചെയ്യാൻ വേണ്ടി നമുക്ക് ആദ്യം എന്തെങ്കിലും ഒന്ന് അറിഞ്ഞിരിക്കണമല്ലോ. അതോ ഇത് നമ്മൾ കേട്ടിട്ടുണ്ട്, അതിപ്പോൾ എങ്ങനെയാണെന്നൊന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി, അങ്ങനെ അതിനു വേണ്ടിയാണ് ഞാനിത് പറയുന്നത്. ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവുകയാണ്. ഇനി നമ്മൾ പ്രോഗ്രാം എഴുതുമ്പോൾ ആവശ്യം വരുമ്പോൾ നമുക്കൊന്ന് ജസ്റ്റ് ചെക്ക് ചെയ്താൽ മതി. അപ്പോൾ ഇതാണ് സബ്പ്ലോട്ട്സ്. സബ്പ്ലോട്ട്സ് രണ്ട് രീതിയിൽ ചെയ്യാം. സബ്പ്ലോട്ട് നമുക്ക് ഇങ്ങനെ റോ കോളം കൊടുത്തിട്ട് ഏത് ഫിഗർ ആണെന്നുള്ളത് ചെയ്യാം. അല്ലെങ്കിൽ വേറെ രീതിയിൽ ഇങ്ങനെ സബ്പ്ലോട്ട്സിനെ രണ്ട് വേരിയബിളായിട്ട് ഡിഫൈൻ ചെയ്യാം. ഫസ്റ്റ് വേരിയബിൾ ടോട്ടൽ ഫിഗറിനെ റെപ്രസെന്റ് ചെയ്യുന്നതും പിന്നെ അടുത്തുള്ള വേരിയബിൾസ് ഓരോ സബ്പ്ലോട്ടിനെ റെപ്രസെന്റ് ചെയ്യുന്നതായിരിക്കും. ഇതിപ്പോൾ നമ്മൾ രണ്ട് ഫിഗറിന്റെ കാര്യം പറഞ്ഞു. അപ്പോൾ 4 ഫിഗറും അതുപോലെ ചെയ്യാം. അത് ചെയ്യാനുള്ളതാണ് ഇത് നെക്സ്റ്റ് കൊടുത്തിരിക്കുന്നത്. ഫിഗ് കോമ 4 സബ്പ്ലോട്ട്സ് ഉണ്ട്. അപ്പോൾ നമ്മൾ 4 വേരിയബിൾ കൊടുക്കണം. അത് AX1, AX2, AX3, AX4 എന്ന് കൊടുത്തു. 4 ഉണ്ട്. അതായത്
2 റോയും 2 കോളവും ഉണ്ട്. അതിന്റെ ഫിഗർ സൈസും കൊടുത്തു. അത് റൺ ചെയ്തു. റൺ ചെയ്തപ്പോൾ ഇങ്ങനെ കിട്ടി. ഇതിന്റെ കളർ നമ്മൾ ചേഞ്ച് ചെയ്യാൻ ഇങ്ങനെയും കൊടുക്കാം. TAB എന്ന് കൊടുത്തിട്ട് ഏത് കളറാണ് വേണ്ടത്. TAB എന്ന് പറയുന്നത് ടാബ്ലോ എന്ന് പറയുന്ന ഒരു പൈത്തൺ പോലെ അല്ല മാറ്റ്പ്ലോട്ലിബ് പോലെ ഇങ്ങനെ ഡാറ്റ വിഷ്വലൈസേഷൻ ഉപയോഗിക്കുന്ന വേറൊരു മൊഡ്യൂളാണ്. വേറൊരു സോഫ്റ്റ്വെയർ പോലത്തെ ഒരു സിസ്റ്റമാണ്. അതിലെ കളേഴ്സ് ഉപയോഗിക്കാൻ വേണ്ടിയാണ് ഈ ടാബ് എന്ന് ഉപയോഗിക്കുന്നത്. ടാബ് എന്ന് വെച്ചാൽ ടാബ്ലോ എന്നുള്ളൊരു ഇതുപോലെ ഡാറ്റ വിഷ്വലൈസേഷൻ ഉപയോഗിക്കുന്ന ഒരു സിസ്റ്റമാണ്. അതിലെ കളേഴ്സ് നമുക്ക് ഇമ്പോർട്ട് ചെയ്യാൻ വേണ്ടിയാണ് ഈ TAB, അതിലെ ഓറഞ്ച്, TAB ഗ്രീൻ, TAB റെഡ് എന്ന് കൊടുക്കുന്നത്. നമുക്ക് ഇങ്ങനെ കിട്ടും ആ കളേഴ്സ്. അപ്പൊ എങ്ങനെയാണ് ഇത് കൊടുക്കേണ്ടത്? സബ്പ്ലോട്ട്സ് റോ കോളം കൊടുക്കണം. ഫിഗർ സൈസ് ഓപ്ഷനിലാണ് അത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത് ടോട്ടൽ ഫിഗർ സേവ് ചെയ്യാൻ വേണ്ടി ഒരു വേരിയബിൾ വേണം. എന്നിട്ട് എത്ര ഫിഗർ ഉണ്ടോ ഇവിടെ റോയും കോളം കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് ഫിഗേഴ്സ് കിട്ടും. ഇവിടെ 4 ആണ്. അപ്പോൾ 4 വേരിയബിൾസ് കൊടുക്കണം. 4 വേരിയബിൾസ് കൊടുത്തു. ഇങ്ങനെ ബ്രാക്കറ്റിനുള്ളിലാണ് കൊടുക്കേണ്ടത്. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഏത് ഗ്രാഫാണ് പ്ലോട്ട് ചെയ്യേണ്ടത് അതിന്റെ നെയിം ഡോട്ട് പ്ലോട്ട് എന്ന് കൊടുത്താൽ മതി. ഇവിടെ ആദ്യം പ്ലോട്ട് ചെയ്യുന്നത് x,y, പിന്നെ x,y², പിന്നെ x-y, x-y². അത് പ്ലോട്ട് ചെയ്ത ഗ്രാഫാണ് കിട്ടിയിരിക്കുന്നത്. ഇവിടെ ശ്രദ്ധിച്ചാൽ അറിയാം, ഇതിന്റെ എക്സ് ആക്സിസ് എല്ലാം സെയിം ആണ്. 0 മുതൽ 6 വരെയാണ് ഈ ഗ്രാഫിന്റെയും ആക്സിസ്, ഈ ഗ്രാഫിന്റെ ആക്സിസ്. അപ്പൊ ഇവിടെ 0 മുതൽ 6 വരെ എന്നുള്ളത് വീണ്ടും പ്രിന്റ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. ഇത് അടുത്തടുത്തിരിക്കുന്ന ഗ്രാഫ് ആയതുകൊണ്ട് എന്ത് മനസ്സിലാക്കാം, ഇതിനിടയിലുള്ള ഇതൊന്നും പ്രിന്റ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പൊ അത് മാറ്റാൻ വേണ്ടിയാണ് പുതിയൊരു ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത്. ലേബൽ ഔട്ടർ എന്നൊരു ഫംഗ്ഷൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരു ഫിഗറിന്റെ ഔട്ടർ സൈഡിലുള്ള നമ്പേഴ്സ് മാത്രമേ പ്രിന്റ് ആവുള്ളൂ. ഇതിനുള്ളിലുള്ള ഈ നമ്പേഴ്സ് പ്രിന്റ് ആവില്ല. അതിന്റെ ആവശ്യമില്ല, കാരണം ഈ നമ്പേഴ്സ് സെയിം ആണ്. സെയിം ആയതുകൊണ്ട് ആക്സിസ് സെയിം ആയിരിക്കും. ഇതിന് നേരെ മുകളിലുള്ളത് 6 തന്നെ ആയിരിക്കും. അതുപോലെ ഇങ്ങനെ എക്സ് ആക്സിസും വൈ ആക്സിസും ഇതിനുള്ളിലുള്ള നമ്പേഴ്സ് വേണ്ട. അത് കളയാൻ വേണ്ടിയാണ് ലേബൽ ഔട്ടർ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഔട്ടർ സൈഡിലുള്ള ലേബൽസ് മാത്രമേ കാണിക്കുള്ളൂ. അതിനു വേണ്ടിയാണ് ഈ AX ഡോട്ട് ലേബൽ ഔട്ടർ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ. AX ഡോട്ട് ലേബൽ ഔട്ടർ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഏത് ഫിഗറിലെയാണോ, ഇപ്പൊ AX1 ഡോട്ട് ലേബൽ ഔട്ടർ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇതിന്റെ ഔട്ടർ സൈഡിലുള്ള ലേബൽ മാത്രമേ കാണിക്കൂ. ഇതിന്റെ ഇപ്പം ഈ ഫിഗറിന്റെ ഔട്ടർ സൈഡ് എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇത് ഈ ഫിഗറിനുള്ളിലാണ്. ഉള്ളിൽ ഈ ലേബല് മാറ്റും. AX2 ഡോട്ട് ഔട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ രണ്ട് സൈഡിലും ഫിഗറിനുള്ളിലാണ് ഈ ലേബൽ വന്നിരിക്കുന്നത്. അപ്പൊ അത് രണ്ടും പോവും. AX3 ഡോട്ട് ലേബൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് രണ്ടും പുറത്താണ്. ഇതിൽ ചേഞ്ച് ഒന്നും വരില്ല. ഇത് AX4 ഡോട്ട് ലേബൽ ഔട്ടർ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇതിനുള്ളിലുള്ള ഈ വൈ ആക്സിസിലെ ലേബൽ പോവും, എക്സ് ആക്സിസ് അതുപോലെ നിൽക്കും. അപ്പോൾ ഏതിന്റെ ആണോ ഉള്ളിലുള്ള, ഏത് സബ്പ്ലോട്ടിന്റെ ആണോ ഉള്ളിലുള്ള ലേബൽ നമുക്ക് കളയേണ്ടത്, അതേ ഡോട്ട് ലേബൽ ഔട്ടർ എന്ന് കൊടുക്കണം. അപ്പൊ അതിനൊരു എളുപ്പ വഴിക്കാണ് ഇവിടെ ഒരു ഫോർ ലൂപ്പ് ഉപയോഗിച്ചിരിക്കുന്നത്. ഫോർ ലൂപ്പ് AX ഇൻ ഫിഗർ ഡോട്ട് ഗെറ്റ് ആക്സസ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇതിലെ മുഴുവൻ ഫിഗേഴ്സ്, ഏതൊക്കെ ഫിഗർ ഉണ്ടോ AX1, AX2, AX3 എന്നുള്ളത് ഒരു സീക്വൻസ് ആയിട്ട് ഇതിൽ സ്റ്റോർ ആവും ഫിഗ് ഡോട്ട് ഗെറ്റ് ആക്സസിൽ. അതിലെ ഓരോന്നിനും എന്ത് ചെയ്യണം, ലേബൽ ഔട്ടർ ചെയ്യണം. അങ്ങനെ ചെയ്യുമ്പോൾ ഇങ്ങനെ കിട്ടും. ഈ ഔട്ടർ സൈഡിലുള്ള ലേബിൾസ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഇന്നർ സൈഡിൽ ഇവിടുത്തെ ലേബിൾസ് എല്ലാം പോയി, ഇവിടുത്തെ പോയി, ഫസ്റ്റ് ഫിഗറിന്റെ എക്സ് ആക്സിസ് പോയി, സെക്കൻഡ് ഫിഗറിന്റെ എക്സും വൈയും പോയി. ഇങ്ങനെ കിട്ടും. ഇത് ശരിക്കും ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. AX1 ഡോട്ട് ലേബൽ എന്നിട്ട് അണ്ടർസ്കോർ ഇട്ടിട്ട് ഔട്ടർ, ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. അങ്ങനെ ഓരോന്നിനും ചെയ്യണം.
AX1ന് AX2 AX3 അങ്ങനെ ചെയ്യാനുള്ള ഒരു എളുപ്പവഴിയാണ് നമ്മൾ ഫോർ ലൂപ്പ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരു സീക്വൻസ് ക്രിയേറ്റ് ചെയ്തു. ടോട്ടൽ ഒരു സബ്പ്ലോട്ടിൽ നമ്മളൊരു കൊടുത്തു കഴിഞ്ഞാൽ ഇതിലെ AX1 AX2 AX3 AX4 എന്നുള്ള ഒരു സീക്വൻസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഫംഗ്ഷനാണിത്. fig.getAccess എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഒരു സീക്വൻസ് ആയിട്ട് AX1 AX2 AX3 AX4ന്റെ ഒരു സീക്വൻസ് ക്രിയേറ്റ് ആവും. ഇനി അത് ഫോർ ലൂപ്പിൽ റൺ ചെയ്ത് കഴിഞ്ഞാൽ AXന്റെ വാല്യൂ ആദ്യം AX1 ആകും. അപ്പോൾ AX1 ഡോട്ട് ലേബൽ ഔട്ടർ എന്ന് കൊടുക്കുന്നു. പിന്നെ AXന്റെ വാല്യൂ എന്താവും? AX2 എന്നാവും. അപ്പൊ AX2 ഡോട്ട് ലേബൽ ഔട്ടർ. അങ്ങനെ 4 എണ്ണത്തിനും ഈ ലേബൽ ഔട്ടർ എന്ന ഫംഗ്ഷൻ റൺ ചെയ്യാൻ വേണ്ടിയാണ് ഇവിടെ ഒരു ഫോർ ലൂപ്പ് കൊടുത്തിരിക്കുന്നത്. അതിന് പകരം നമുക്ക് ഇങ്ങനെയും കൊടുക്കാം. AX1 ഡോട്ട് ലേബൽ ഔട്ടർ, AX2 ഡോട്ട് ലേബൽ ഔട്ടർ, അങ്ങനെ 4 ലൈൻസ് ഇങ്ങനെ എഴുതാം. അത് എഴുതാതിരിക്കാൻ വേണ്ടി 2 ലൈനിലേക്ക് ചുരുക്കാൻ വേണ്ടിയാണ് ഈ ഫോർ ലൂപ്പ് കൊടുത്തത്. ഇങ്ങനെയാണ് ഇത് ചെയ്യാം. ഇതിൽ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടെ ഒന്ന് പറയാം. ഇതിൽ പറഞ്ഞ ഇങ്ങനെയാണ് മൾട്ടിപ്പിൾ പ്ലോട്ട്സ്. മൾട്ടിപ്പിൾ പ്ലോട്ട്സ് എങ്ങനെ നമുക്ക് ഒരു ഫിഗറിൽ കിട്ടാമെന്നുള്ളത്. ഇത് 2 രീതിയിൽ കിട്ടാം. ഒരു ഫിഗറിൽ, ഒരു ഗ്രാഫിൽ തന്നെ 2 ലൈൻസ് വെച്ചിട്ട് 2 ഫങ്ഷൻസ് പ്ലോട്ട് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഒരു ഫിഗറിൽ പല ഗ്രാഫ്സ് ആയിട്ട് നമുക്ക് പ്ലോട്ട് ചെയ്യാൻ പറ്റും ഫങ്ഷൻസ്. അത് 2 രീതിയിൽ ചെയ്യാം. ഇങ്ങനെ സബ്പ്ലോട്ട്, റോ, കോളം കൊടുത്തിട്ട് ഏത് ഫിഗർ ആണ് പ്ലോട്ട് ചെയ്യുന്നത് അങ്ങനെ കൊടുക്കുക. ഇതാണ് സിമ്പിള്. പക്ഷെ കുറച്ചുകൂടെ ഫങ്ഷണാലിറ്റീസ് ഉള്ളത് ഈ രീതിയിൽ ചെയ്യുമ്പോഴാണ്. plt.subplots റോ കോളം കൊടുക്കുക. എന്നിട്ട് വേരിയബിൾസ് കൊടുക്കുക. ടോട്ടൽ ഫിഗറിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു വേരിയബിളും പിന്നെ സബ്പ്ലോട്ട്സിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു വേരിയബിൾസും കൊടുക്കുക. എന്നിട്ട് ടോട്ടൽ ഫിഗറിന് എന്തെങ്കിലും ചേഞ്ച് വരുത്തണമെങ്കിൽ ഈ വേരിയബിൾ ഉപയോഗിച്ച് ചേഞ്ച് വരുത്തുക. ഏത് ഫിഗറിന്, ഏത് സബ്പ്ലോട്ടിനാണോ ചേഞ്ച് വരുത്തേണ്ടത് അത് ആ സബ്പ്ലോട്ടിന്റെ നെയിം ഉപയോഗിച്ചിട്ട് ചേഞ്ച് വരുത്തുക. അതിന്റെ എക്സാമ്പിൾസ് ആണ് പറഞ്ഞത്. ഇനി ഇന്നർ സൈഡിലുള്ള ഈ ലേബിൾസ് മാറ്റാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഫംഗ്ഷനാണ് ലേബൽ ഔട്ടർ. ഇതൊന്നും നമ്മൾ ഉപയോഗിക്കാറില്ല. സാധാരണ നമ്മൾ മാക്സിമം ഒരു ഗ്രാഫുള്ള പ്ലോട്ടും പിന്നെ മൾട്ടിപ്പിൾ പ്ലോട്ട് ആണെങ്കിൽ ഇതുപോലുള്ള മൾട്ടിപ്പിൾ പ്ലോട്ട് ഉപയോഗിക്കാറുള്ളൂ. ഒരു ഗ്രാഫിൽ തന്നെ 2 ഫംഗ്ഷൻസ് ഡിഫറെന്റ് കളർ ഉപയോഗിച്ച് പ്ലോട്ട് ചെയ്യും. ഈ സബ് പ്ലോട്ട്സ് ഉപയോഗിക്കാറില്ല. സബ് പ്ലോട്ട്സ് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി, ഇങ്ങനെയും ചെയ്യാം എന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് ഈ മൾട്ടിപ്പിൾ പ്ലോട്ടിൽ ഇത് ചെയ്യാനുള്ളത് അറിഞ്ഞിരുന്നാൽ മതി. ഇത് ചെയ്യുന്നത് ഇങ്ങനെയാണ്. 2 തവണ പ്ലോട്ട് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ ഒരേ ഗ്രാഫിൽ തന്നെ 2 ഫംഗ്ഷൻസ് പ്ലോട്ട് ആവും. അത് നമ്മൾ കളർ കൊടുത്തില്ലെങ്കിൽ ഡിഫോൾട്ടായിട്ട് ഏതെങ്കിലും 2 കളർ പ്ലോട്ട് ആവും. അല്ലെങ്കിൽ നമുക്ക് കളർ കൊടുക്കാം. കളർ കൊടുത്തിട്ട് അതിനെങ്ങനെ ലേബൽ ചെയ്യണമെന്ന് കൊടുക്കാം. ആ ലേബൽ പ്രിന്റ് ചെയ്യാൻ വേണ്ടി plt.legend എന്നും കൂടെ കൊടുത്തു. ഓക്കെ, അപ്പോൾ ഇവിടെ വെച്ച് നമുക്ക് നിർത്താം.